ഗ്യാരണ്ടി. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം, നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രകടനം മലയാളികൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് കൗതുകകരമാണ്. കാരണം കേരളത്തിൽ ആണ് BJP സംബന്ധിച്ച് ഏറ്റവും കുറവ് അപ്രൂവൽ റേറ്റിംഗ് ഉള്ളത്. അതെ, തീർച്ചയായും അങ്ങനെയാണ്. മാത്രമല്ല അഭിലാഷ്, ഇത് മറ്റ് നാടുകളിലാണെങ്കിലും ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ ഈ പ്രകടനത്തിനപ്പുറം വൈകാരികമായ പ്രശ്നങ്ങൾ എടുത്ത് വോട്ടർമാരുടെ മുന്നിൽ വെക്കുന്നുണ്ട് എങ്കിലും ഒരു സർക്കാരിന്റെ പ്രകടനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോദിയുടെ ഗ്യാരണ്ടി തൃശ്ശൂർ വന്ന് നരേന്ദ്രമോദി മലയാളത്തിൽ തന്നെ മോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഴുവൻ ടെലിവിഷനുകളിലും നമ്മൾ ഈ മോദിയുടെ ഗ്യാരണ്ടി പരസ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മലയാളിയോടെയാണ് നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത്. അത് തീർച്ചയായും. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിമാരാണെങ്കിലും പ്രധാനമന്ത്രിമാരാണെങ്കിലും എൻ്റെ ഗ്യാരണ്ടി, എൻ്റെ തന്നെ പേര് പറഞ്ഞ് പറയുക എന്ന് പറയുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല. പക്ഷെ അതുപോലും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ആ സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് പ്രധാനം. മോദിയുടെ ഗ്യാരണ്ടിക്ക് കേരളത്തിൽ എത്ര മാർക്ക് എന്നാണ് നമ്മൾ ആദ്യം അറിയാൻ പോകുന്നത്. നോക്കിയാലോ? യെസ്, വരട്ടെ. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന്റെ ഉള്ള ഉത്തരം ഇതാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രകടനം വളരെ നല്ലതാണ് എന്ന് 8% ആളുകൾ മാത്രമാണ് പറയുന്നത്. അത് നല്ലത് എന്ന് 22% ആളുകൾ പറയുന്നുണ്ട്. 29% ഭേദപ്പെട്ട പ്രകടനം എന്ന് പറയുന്നു. മോശം 23%. യെസ്, അഭിപ്രായമില്ലാത്തത് 18% പേർക്കാണ്. അതിന്റെ അർത്ഥം നല്ലതും വളരെ നല്ലതും കൂട്ടിയാൽ 30%. 70% ആളുകൾ വളരെ നല്ലതിനും അപ്പുറം നിൽക്കുകയാണ്. യെസ്, എന്നാൽ പോലും 30% BJP സംബന്ധിച്ച് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് കേരളത്തിൽ അത്ര മോശം. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കേരളത്തിൽ നിന്നുള്ളതാണ്. കേരളത്തിൽ പോലും 30% ആളുകൾ മോദി ഭരണം നല്ലതാണ് എന്നെങ്കിലും പറയുന്നു. ഭേദപ്പെട്ടതാണെന്ന് പിന്നെ 29% പറയുന്നുണ്ട്. ഭേദപ്പെട്ടത് അതിനകത്തുനിന്നും കുറെയൊക്കെ ഒരു അപ്രൂവൽ റേറ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. യെസ്, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മോശം, അഭിപ്രായമില്ല തുടങ്ങിയ 2 കാറ്റഗറിയുടെ കൂട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്കൊരു 40%-മേ ഉള്ളൂ. 40-41%-മേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന്റെ ആകത്തുകയായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, മോദി ഭരണത്തെക്കുറിച്ച് വളരെ മോശം പ്രതിച്ഛായ അല്ല കേരളത്തിൽ. അത് ഈ ഒരു കണക്ക് വെച്ചിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഈ പ്രതിച്ഛായയുടെയും അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം വെറും 40%-ത്തിൽ താഴെ വോട്ടുകൾ കൊണ്ട് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് BJP ഭരിക്കുന്നില്ല ഈ രാജ്യം. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തവണത്തെ പരസ്യവും അതുപോലെയുള്ള ഈ കാർഡിളക്കിയുള്ള പ്രചരണവും ഒക്കെ ഫലം ചെയ്തു എന്ന് നമുക്ക് നിരീക്ഷിക്കാം. മോദി സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ നല്ലത് എന്നീ കാറ്റഗറികളായി 30% പേർ യെസ് എന്ന് ഉത്തരം പറയുന്നു. ഭേദപ്പെട്ടതെന്ന് 29% പേരും, മോശം എന്ന് 23% പേരും പറയുന്നു. അഭിപ്രായമില്ലാത്തവർ 18%. യെസ്, അതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ സർവേയിലെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉള്ള ഉത്തരം അതാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ വളരെ നല്ലതോ ആയി 30%.